സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കവറുണ്ടല്ലോ, ഈ ബ്രൗൺ പേപ്പർ കവർ. അപ്പോൾ അത് സാധനം നമ്മൾ ചെയ്യുന്നത് ഒന്നീ വലിച്ചെറിയും അല്ലെങ്കിൽ കളയാണ് പതിവ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആൻഡ് ക്യൂട്ട് കാർഡാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേപ്പറിനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ കാർഡ് എത്ര വലുപ്പത്തിലാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വേണ്ടത് ഒന്നീ കളർ പേപ്പർ അല്ലെങ്കിൽ ഫോം ഷീറ്റ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കുറച്ച് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് കട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ വലുതായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ്, അതിനെക്കാട്ടും ചെറുത് ചെറുത് ചെറുത്, അങ്ങനെ ഒരു 3-4 ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വ്യത്യസ്ത നിറത്തിലുള്ള ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമ്മുടെ കാർഡ് കാണാൻ അത്രയ്ക്ക് സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ ഒരു കടുത്ത നിറത്തിലുള്ള കളറ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നതായിരിക്കും കാർഡ് കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ റെഡും ഈ സിൽവറുമാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടലി ഒരു 4 പീസുണ്ട്. ഈ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ 4 ഹാർട്ട് ഷേപ്പും വലുതിൽ നിന്ന് ചെറുതിലോട്ട് എന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ വലുത് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് അടുത്തത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ളും ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കോഡ്സ് എന്തെങ്കിലും എഴുതി കൊടുക്കാമെന്നാണ് കരുതിയ. എന്നിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട, ഇതിനെ ഒന്ന് ജോയിൻ ചെയ്യിക്കാനായിട്ട് വാട്ടർ കളർ എടുത്തു. അതിൽ ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് 4 ഈ ഹാർട്ടില്ലേ 4 ഹാർട്ടിനെയും കൂടെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ 2ാമത്തെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിനു മുന്നേ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള 2 കാർഡിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കാർഡിൻ്റെ വീഡിയോസ് വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സ് എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല, ബർത്ത്ഡേക്കും മറ്റ് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് വിഷൊക്കെ അറിയിക്കാനായിട്ട് പറ്റിയ കാർഡാണ്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തും കുറച്ച് ഡിസൈന് കൂടി സെറ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ചു. ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ അകത്തും ഡിസൈനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റ് ഫിനിഷ് തോന്നിക്കുന്നതുകൊണ്ടാണ് ഞാൻ വാട്ടർ കളർ തന്നെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അക്രിലിക് പെയിൻറ്റില്ലേ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞൻ ഹാർട്ട് ഷേപ്പുകൾ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം എനിക്കൊന്ന് തെറ്റി കേട്ടോ, എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ ഇത് കൊണ്ടുവരണമെന്നൊക്കെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഈ ഫസ്റ്റ് തുടക്കം തന്നെ ഒന്ന് പാളിപ്പോയി. പിന്നീടാണ് വിചാരിച്ചു ഈ ഒരു പേപ്പറിൻ്റെ ചുറ്റും ഒന്ന് 4 സൈഡും ഒന്ന് വരച്ചു കൊടുക്കാമെന്ന്. പിന്നെ അപ്പുറത്തെ പേജിൽ ഞാൻ ഇതേപോലെ കോഡ്സ് എഴുതിയ ശേഷം ബാക്കി നമുക്ക് എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലും എഴുതാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സിക്സാഗായിട്ടൊന്ന് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പേന വച്ചിട്ട് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഭംഗി വരുത്താനായിട്ടാണ് ഞാനിപ്പോൾ സാറ്റൻ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഒരു ബോ ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്ത റിബണ് വളരെ ചെറുതായിപ്പോയി. അതുകൊണ്ട് ഞാൻ 2ാമത് കുറച്ചുകൂടെ നീളത്തിൽ ഈ റിബൺ കട്ട് ചെയ്തെടുത്ത ശേഷം ബോ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളാണ്, നമ്മുടെ വിരൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു ബോ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ബോ നമ്മുടെ സൂചി നൂലും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ സാറ്റൻ പേപ്പറോ അല്ലെങ്കിൽ റിബണോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു കുഞ്ഞു ബോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഗ്ലൂ വച്ചിട്ട് തന്നെയാണ് ഈ ഒരു പോർഷനിൽ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വാലന്റൈൻസ് ഡേ കാർഡ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.